ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വിധിയറിയാനുള്ള കാത്തിരിപ്പിലാണ് രാജ്യം. ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. 7 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഇത്തവണത്തെ വോട്ടെടുപ്പ്. ഇക്കുറി 400-ന് മുകളിൽ സീറ്റ് നേടി വിജയിക്കുമെന്നാണ് എൻഡിഎയുടെ അവകാശവാദം. രാജ്യത്താകെ 430 സീറ്റുകളിലാണ് ബിജെപി മത്സരിച്ചത്. കൂറ്റൻ വിജയം സ്വപ്നം കാണുന്ന ബിജെപിയെ സംബന്ധിച്ച് സഖ്യകക്ഷികളുടെ പ്രകടനവും തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. വേരുറപ്പിക്കാനാകാത്ത ദക്ഷിണേന്ത്യയിലടക്കം സഖ്യകക്ഷികളിൽ വലിയ പ്രതീക്ഷയാണ് ബിജെപി പുലർത്തുന്നത്. ഇനി വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒന്ന് നോക്കാം. ചന്ദ്രബാബു നായിഡുവിന്റെ ടിഡിപിയുമായും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായും സഖ്യത്തിലാണ് ബിജെപി ആന്ധ്രയിൽ മത്സരിക്കുന്നത്. ടിഡിപിയുമായി സഖ്യത്തിൽ മത്സരിച്ച 2014-ൽ ആന്ധ്രയിൽ 4 നിയമസഭാ സീറ്റുകളും 2 ലോക്സഭാ സീറ്റുകളും ബിജെപി സ്വന്തമാക്കിയിരുന്നു. 2018-ൽ ടിഡിപി എൻഡിഎ സഖ്യം വിട്ടു. ഇതോടെ 2019-ലെ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തനിച്ചു മത്സരിക്കേണ്ടി വന്നു. അന്ന് ബിജെപിക്ക് സംസ്ഥാനത്ത് നിലം തൊടാനായില്ല. വെറും 1% വോട്ട് മാത്രമായിരുന്നു പാർട്ടിക്ക് ലഭിച്ചത്. ആകെയുള്ള 25-ൽ 22 സീറ്റിലും ജഗൻമോഹൻ YSR കോൺഗ്രസ് വിജയിച്ചു. ടിഡിപി 3 സീറ്റിലും. ഇത്തവണ എൻഡിഎ സഖ്യത്തിൽ ടിഡിപി 17 സീറ്റിൽ മത്സരിക്കുമ്പോൾ ബിജെപി 6 സീറ്റിലും ജനസേന പാർട്ടി 2 സീറ്റിലും മത്സരിക്കുന്നു. സഖ്യം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ബിജെപിയുടെ പ്രതീക്ഷ. 18 സീറ്റുകൾ വരെ ആന്ധ്രയിൽ ലഭിച്ചേക്കാമെന്നാണ് അമിത്ഷായുടെ കണക്കുകൂട്ടൽ. ദക്ഷിണേന്ത്യയിൽ ബിജെപി 100% പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനമാണ് കർണാടക. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 28 സീറ്റിൽ 25-ടത്തും ബിജെപി വിജയിച്ചിരുന്നു. 2 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ ജെഡിഎസും വിജയിച്ചു. ഇക്കുറി ജെഡിഎസുമായി സഖ്യത്തിലാണ് ഇവിടെ ബിജെപി മത്സരിക്കുന്നത്. 25 സീറ്റിലാണ് ബിജെപി മത്സരിച്ചത്. 3-ടത്ത് ജെഡിഎസും. ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് ബിജെപിയുടെ അവകാശവാദം. BDJS-മായി സഖ്യത്തിലാണ് മത്സരം. ബിജെപി 14 സീറ്റിലും BDJS 4 സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത്. സംസ്ഥാനത്ത് കുറഞ്ഞത് 2 സീറ്റുകളെങ്കിലും വിജയിക്കാമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. സുരേഷ് ഗോപിയിലൂടെ തൃശൂരും രാജീവ് ചന്ദ്രശേഖറിലൂടെ തിരുവനന്തപുരവും നേടാനാകുമെന്നാണ് ബിജെപി പ്രതീക്ഷ പുലർത്തുന്നത്. ബിജെപിയെ സംബന്ധിച്ച് കേരളം പോലെ തന്നെ ബാലികേറാമലയാണ് തമിഴ്നാട്. കഴിഞ്ഞ തവണ AIADMKയുമായി സഖ്യത്തിലായിരുന്നു ബിജെപി ഇവിടെ മത്സരിച്ചത്. എന്നാൽ യാതൊരു ചലനവും ഉണ്ടാക്കാൻ അന്ന് കഴിഞ്ഞില്ല. ഇത്തവണ ഇരു പാർട്ടികളും തമ്മിൽ സഖ്യമില്ല. പകരം തമിഴ് മാനില കോൺഗ്രസ്, പക്കാളി മക്കൾ പാർട്ടി, അമ്മ മക്കൾ മുന്നേറ്റ കഴകം എന്നിവയുൾപ്പെടെ നിരവധി പ്രാദേശിക പാർട്ടികളുമായാണ് ബിജെപിക്ക് സഖ്യമുള്ളത്. ഇന്ത്യൻ മക്കൾ കൽവി മുന്നേറ്റ കഴകം, പുതിയ നീതി കക്ഷി, തമിഴക മക്കൾ മുന്നേറ്റ കഴകം എന്നീ പാർട്ടികളും താമര ചിഹ്നത്തിലാണ് മത്സരിച്ചത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനമാണ് UP. അപ്നാദൾ S, RLD, നിഷാദ് പാർട്ടി, സുഹൽദേവ്, ഭാരതീയ സമാജ് പാർട്ടി, JDU എന്നീ പാർട്ടികളാണ് ബിജെപിക്കൊപ്പം NDA സഖ്യത്തിലുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 62 സീറ്റുകളാണ് ബിജെപി ഇവിടെ നേടിയത്. NDAക്ക് 71-ഇടത്ത് വിജയിക്കാനായിരുന്നു. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമായ മഹാരാഷ്ട്രയിലും ബിജെപി വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. ഇവിടെ ശിവസേനയ്ക്കും അജിത് പവാറിന്റെ NCPക്കുമൊപ്പമാണ് ബിജെപി മത്സരിക്കുന്നത്. ബിജെപി 28 സീറ്റിലും ശിവസേന 15-ഇടത്തും NCP 4 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. 1 സീറ്റിൽ സ്വതന്ത്രനാണ് പിന്തുണ. 40 സീറ്റുള്ള ബീഹാറിൽ JDU NDAയിലേക്ക് തിരിച്ചെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബിജെപി ഇറങ്ങിയത്. 40 സീറ്റുകളാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി, JDU, ലോക് ജനശക്തി പാർട്ടി എന്നിവർ സഖ്യത്തിലാണ് മത്സരിച്ചത്. ബിജെപി 17-ഉം JDU 16-ഉം LJPക്ക് 6 സീറ്റും ലഭിച്ചു. പിന്നീട് JDU ബിജെപിയെ തള്ളി RJDക്ക് കൈകൊടുക്കുകയായിരുന്നു. എന്നാൽ 400 സീറ്റ് ലക്ഷ്യം വെച്ച് ഇറങ്ങിയ ബിജെപിക്ക് തിരഞ്ഞെടുപ്പ് അടുക്കവെ JDA മറുകണ്ഠം ചാടിക്കാനായി. ഈ സാഹചര്യത്തിൽ ഇത്തവണയും കൂറ്റൻ വിജയമാണ് ബിജെപി ബീഹാറിൽ പ്രതീക്ഷിക്കുന്നത്. അസാമിൽ യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറൽ, അസം ഗണ പരിഷത്ത് എന്നിവരുമായി ഇക്കുറിയും സഖ്യത്തിൽ തന്നെയാണ് ബിജെപി പോരാടുന്നത്. സംസ്ഥാനത്ത് ആകെ 14 സീറ്റുകളാണുള്ളത്. ഇതിൽ 13-ഉം നേടുമെന്നാണ് ബിജെപിയുടെ അവകാശവാദം. കഴിഞ്ഞ തവണ ബിജെപിക്ക് 9 സീറ്റാണ് സംസ്ഥാനത്ത് നേടാനായത്. കോൺഗ്രസ് 3, AIUDF 1, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയായിരുന്നു സീറ്റ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പായതിനാൽ ഫലം പ്രവചനാതീതമാണ്. ഇനിയെല്ലാം കാത്തിരുന്നു കാണാം.